ഇന്ന് നമ്മൾ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന സാധനം എന്താ വെച്ചാൽ ഒരു ട്രൈപ്പോഡാണ്. ഒരു ചെറിയ ട്രൈപ്പോഡ് ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊന്ന് കവർ പൊട്ടിച്ച് നോക്കാം. കവറുള്ളിൽ എന്തൊക്കെയുള്ളതെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ബോക്സ് തന്നെ കണ്ടാൽ നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് തോന്നുന്നത്. MRP 1700 എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മേടിച്ചത് വേറെ എന്തെങ്കിലും ഒരു ഇൻവോയ്സ് എൻ്റെ കൂടെ ഉണ്ട്. 659 ആണ് നമ്മൾ മേടിച്ചത് പ്രൈസ്. നമുക്കറിയാം കവർ മാറ്റി മാറ്റിയേക്കാം. നമുക്ക് ഈ ബോക്സ് എന്താ നോക്കാം. ഇതിൽ ട്രൈപ്പോഡിൻ്റെ ഫുൾ ഇമേജ് കൊടുത്തിട്ടുണ്ട്. രണ്ട് കളർ കോമ്പിനേഷൻ നമ്മൾ ഈ റെഡ് കോമ്പിനേഷനിലാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ കാണിച്ചിട്ടുള്ള DSLR വെക്കാം, GoPro ക്യാമറ എല്ലാം വെക്കാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്തെല്ലാം മോഡൽ വെക്കാം എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് കാണുന്നുണ്ടാവും എന്താണ് ഇത് സാധാരണ ട്രൈപ്പോഡ് ബെൻഡാക്കിയിട്ട് വെക്കാം. നമുക്ക് എങ്ങനെ പിടിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ടഫ് ക്രാക്ക് റെസിസ്റ്റൻ്റാണ്. ബട്ട് അതൊന്നും പൊട്ടൂലെന്ന് എഴുതിയിട്ടുണ്ട്. വാട്ടർ പ്രൂഫാണ്. വാട്ടർ പ്രൂഫ് മീൻസ് അത് നനഞ്ഞിട്ട് നിൽക്കില്ലെന്ന് മാത്രമല്ല, അത് പ്രത്യേകിച്ച് അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഈ റൈഡൊക്കെ പോകും. നമ്മൾ കൂടുതൽ റൈഡൊക്കെ പോകുമ്പോഴാണല്ലോ കൂടുതൽ ആവശ്യം വരിക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഷോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഇതിൽ മരത്തിലോ അല്ലെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും ഒരു സ്റ്റാൻഡിലോ ഒക്കെ ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഈവൻ ടാപ്പിൽ പോലും നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതുപോലെ ബൈക്കിൻ്റെ ഒക്കെ ഫ്രണ്ടിലെ ഹാൻഡിലൊക്കെ ആണെങ്കിൽ ലോക്കാക്കി സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷെ അത് കുറച്ച് റിസ്ക്കാണ്. ഇമേജ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ച് നോക്കാം എന്താണെന്നുള്ളത്. നല്ല കവറിങ് ഒക്കെയാണ്. ബോക്സിൽ വേറെ ഒന്നുമില്ല. ബോക്സ് മാറ്റിയേക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മൾ ട്രൈപ്പോഡ് എടുക്കാം. ട്രൈപ്പോഡ് നല്ല പാക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. നല്ല പിടിക്കുമ്പോൾ തന്നെ അറിയാം, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് തന്നെ അടിഭാഗം എല്ലാം സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കൂടുതലെന്ന് പറഞ്ഞാൽ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റാണ്. പിന്നെ അത് ആകുന്നില്ല. നമ്മുടെ ഫോണൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ഇത് നമുക്കിപ്പോൾ ഈ ഓപ്പൺ ആകുന്നുണ്ടല്ലോ. ഈ ഓപ്പൺ ആകുന്നത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് ലോക്ക് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഇല്ല. ഇതിപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് ബെൻഡ് ചെയ്തിട്ടാൽ ലോക്ക് നമുക്ക് ഓപ്പൺ ആക്കാം. ഇത് കുറച്ച് ലോക്ക് ഓപ്പൺ ആവും. ഇത് ഈ ലോക്ക് ചെയ്താൽ ഫുള്ളി ഓപ്പൺ ആവും. ഏകദേശം മനസ്സിലായില്ലേ? അതുപോലെ നമുക്ക് ഫുള്ളി ലോക്ക് ആക്കിയിടാം. 3 ഓപ്ഷനാണ് നമുക്ക് ഇതിലുള്ളത്. പിന്നെ ഇത് നോക്കാം. ഇത് ഫോൺ സ്റ്റാൻഡാണ്. ഫോൺ ഹോൾഡറാണ്. മൊബൈൽ ഫോണിന് ഓപ്ഷൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. ഫോണൊക്കെ ലോക്ക് ചെയ്ത് വെക്കാം. നമുക്കൊരു ഇത് ഫസ്റ്റ് നമുക്കിത് ഇതിൻ്റെ പ്രത്യേകത ഇത് രണ്ട് സൈഡിൽ ഇതിന് സ്ക്രൂ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ട്രൈപ്പോഡിൽ നമുക്കിത് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വെർട്ടിക്കലായിട്ട്, അതായത് നമ്മൾ നോർമലി വീഡിയോ എടുക്കുന്ന പോലെ ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതല്ല, അത് നമുക്ക് വെർട്ടിക്കലാണ് നമ്മൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റിലീസ് ചെയ്യാം. റിലീസ് ചെയ്തിട്ട്
വെക്കാം. ഫോൺ ഫിക്സ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഫോൺ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫോണ് ഇതുപോലെ വെർട്ടിക്കലായിട്ട് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ നോർമലി പോകുന്ന സമയത്ത് ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നമ്മൾ ആദ്യം പറഞ്ഞ പോലെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ വീഡിയോ സാധാരണ ഷൂട്ട് ചെയ്യുന്ന പോലെ ഹൊറിസോണ്ടലായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇത് സ്ട്രൈറ്റ് ആയിട്ട് ഇത് ലോക്ക് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ റിലീസാക്കാം. മുകളിലുള്ളത് നമ്മൾ ടൈറ്റാക്കി അത് റിലീസാക്കിയിട്ട് ഇതിൻ്റെ അടിഭാഗത്തുള്ള പിന്നുണ്ട് അതിൽ ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ നിൽക്കും. ഇനി ഇതിൽ ഫോൺ നമുക്ക് ഇതേപോലെ ബെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോർമലി വീഡിയോ എടുക്കുന്ന പോലെ എടുക്കാം. ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് സെൽഫി സ്റ്റിക്ക് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല സുഖമാണ്, നല്ല ഹാൻഡിയാണ്, കംഫർട്ടാണ്, അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. പിന്നെ ഇത് റബ്ബർ ഗ്രിപ്പ് ആയതുകൊണ്ട് പിടിക്കാനും നല്ല ഈസിയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത്യാവശ്യം നല്ല കംഫർട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിലിപ്പോൾ നമുക്ക് വേണമെങ്കിൽ DSLR-ഉം കണക്ട് ചെയ്യാം. പിന്നെ യൂണിവേഴ്സൽ സോക്കറ്റ് ഇതിൽ നമുക്ക് DSLR കണക്ട് ചെയ്യാം. ഞാനത് ഓൾറെഡി ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് 100% ഷുവറാണ്. DSLR-ക്ക് ഇതിന് സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, ഇത് പൊട്ടൂല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ബെൻഡ് ചെയ്ത് വെക്കാം. നമുക്കിപ്പോൾ ഹൈറ്റ് കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ ഇത് ബെൻഡ് ചെയ്യാം. ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് എങ്ങനെ ആംഗിൾ വേണ്ടി വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ടിൽറ്റ് ചെയ്യാം, ഇത് സെറ്റാക്കാം. ഇനി അതല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ലോക്ക് ചെയ്തിട്ടതിന് ശേഷമാണ് നമുക്ക് വീഡിയോ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇത് വേണ്ടോ, നമ്മൾ ഫുള്ള് പിരിച്ച് ആക്കി. ഇതിപ്പോൾ നല്ല സ്ട്രെങ്തായി. ഇനി നമുക്കിത് കയ്യിൽ നന്നായിട്ട് പിടിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാം. കാണാനും തന്നെ ഒരു വ്യത്യസ്ത ഷേപ്പായി അടിപൊളിയായി. ഇത് അതേപോലെ തന്നെ തിരിച്ച് റിലീസ് ചെയ്യുക. അത് നേരെ ആക്കുക, സ്ട്രൈറ്റ് ആവും. കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നേരാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഈ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ കണ്ടത്. ഈ സാധനം നമ്മൾ അത്യാവശ്യം DSLR എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ. നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചാലും ഇത് ബെൻഡാവേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കിത് സ്ട്രൈറ്റ് ആക്കാൻ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈസിയാണ് എല്ലാ കാര്യങ്ങളും. അതേപോലെ അപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡ് ഇപ്പോൾ ഈ മോഡൽ ഇട്ടാൽ അതായത് ഇത്ര ആക്കിയോളൂ, ഇത്ര ഭാഗം മാത്രമേ ആവുള്ളൂ. ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഇതാക്കി വെച്ചാൽ നമുക്കിത് ട്രൈപ്പോഡ് ഇത്ര ഇത് കൂടുതൽ ആവില്ല. ഈ മോഡൽ ഇട്ട് വെച്ചാൽ നമുക്ക് കൂടുതൽ ഇതായി നിൽക്കും, ഫ്ലാറ്റായി നിൽക്കും, ഒന്നും കൂടെ ഫ്ലാറ്റായി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്ത് ഇത് റിലീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഇത് യൂസ് ചെയ്യണില്ല, നേരെ വെച്ചിട്ട് DSLR സെറ്റ് ആക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയറക്റ്റ് നമുക്ക് DSLR യൂസ് ചെയ്യാം. അത് വേണമെങ്കിൽ ഇതും ഡയറക്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എല്ലാം റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു പാർട്ട് മാത്രം കംപ്ലൈൻ്റ് ആയാൽ വേണമെങ്കിൽ നമുക്കത് മാത്രം മേടിക്കാനൊക്കെ പറ്റും. അതേപോലെ ഇതിൻ്റെ താഴെ ഫുള്ള് സ്ക്രൂ ആണ്, കാണാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം സ്ക്രൂ ആണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ റിലീസ് ചെയ്തിട്ട് ടൈറ്റ് ആക്കാനോ എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യാം. എന്തായാലും ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കമ്പനി പേരൊന്നും എനിക്കറിയില്ല. എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. കണ്ടപ്പോൾ കുഴപ്പമില്ലാത്തത്. അത്യാവശ്യം ഞാനൊരു ട്രിപ്പ് പോയപ്പോൾ യൂസ് ചെയ്തു. അത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ തന്നെയാണ്. ഇതിൻ്റെ ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ നമുക്കിത് അത്യാവശ്യം നല്ല ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്.
ഇത് പൊട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ 660 രൂപക്ക് ഇത്ര നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് വേറെ കിട്ടുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ നോക്കിയതിൽ എനിക്ക് നന്നായിട്ട് തോന്നിയതാണ്. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ നമുക്ക് ഈ നേരത്തെ കാണിച്ച പോലെ നമുക്ക് വേണമെങ്കിൽ മരക്കൊമ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മുടെ ബാൽക്കണിയിൽ വെച്ചിട്ട് നമ്മളെന്തെങ്കിലും ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ബാൽക്കണിയിൽ പുറത്തുള്ള ആ ഒരു നമുക്ക് എന്ത് ചെയ്യാം, ലോക്ക് ചെയ്തിടാം. അല്ലെങ്കിൽ ജനലിൻ്റെ ഹുക്കിൽ ജനലിൻ്റെ കമ്പിയിൽ എവിടെയെങ്കിലും ലോക്ക് ചെയ്തിടാം. അതിനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കറക്റ്റ് വേണ്ട ആംഗിളിൽ തിരിച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടിക്ടോക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് കറക്റ്റ് വെക്കാൻ എവിടെ വെക്കും എന്നുള്ള സംശയം. നമുക്ക് ഇത് എവിടെയും വെക്കാം. ഒരു മരത്തുമ്മ ചുറ്റി വെക്കാം, ചെറിയ കമ്പുണ്ടെങ്കിൽ ചുറ്റി വെക്കാം, എല്ലായിടത്തും നമുക്ക് വെക്കാൻ പറ്റും. എന്തായാലും നല്ലൊരു പ്രോഡക്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ചാനൽ ഇതേപോലെ ഇനി യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുടെ അൺബോക്സിങ്ങും യാത്രാ വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ നിങ്ങൾക്ക് സംശയങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താം.